ഭരണഘടനയുടെ 75 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ ഏകദിന സെമിനാർ നടന്നു. ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം ജില്ലാ സമിതിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരേഷ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ദർശനങ്ങൾ ഭാരത പൗരന്മാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനയുടെ 75-ാം വാർഷിക ദിനത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ഭരണഘടനയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉൾപ്പെട്ട ഭരണഘടനാ സമിതിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തിനും അതിൻ്റെ തനതായ സാംസ്കാരിക തനിമയെ അവഗണിച്ചുകൊണ്ട് ഭാവനയിൽ നിന്നും ഒരു ഭരണഘടന സൃഷ്ടിക്കാൻ ഒരു രാജ്യത്തിനും സാധ്യമല്ല തന്നെ. അതിനാൽ ഭാരതത്തിലെ ഋഷി സമൂഹത്തിൽ നിന്നാണ് ആധുനിക ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കണ്ടെത്തിയത്. വ്യക്തികളുടെ പൂർണ്ണ വികാസത്തിന് ധർമ്മം, അർത്ഥം, കർമ്മം എന്നിവയ്ക്ക് ഒരു നിശ്ചിത രൂപം ഉണ്ടാക്കിയിരുന്നു. ആ ധർമ്മം ആധുനിക നിയമങ്ങളെപ്പോലെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മറിച്ച് അവരുടെ കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തേണ്ട അവ തന്നെയാണ് എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ ജലഗണങ്ങളും എങ്ങനെയാണോ നദികളിലൂടെ ഒഴുകി ഒരേ സമുദ്രത്തിൽ ചെന്നെത്തുന്നത്, അതുപോലെയാണ് വിവിധ മതവിശ്വാസങ്ങളിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെല്ലാം ചെന്നെത്തുന്നത് ഒടുവിൽ ഒരേ ഈശ്വരനിലേക്കാണ്, ഏകദൈവത്തിലേക്കാണ്. നെയ്യാറ്റിൻകര GR പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.